മാസപ്പടി കേസിൽ മാസപ്പടി ഡയറിയിലെ ചുരുക്കപ്പേരുകാരിലേക്കും ഇ ഡി അന്വേഷണം. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെയുള്ള തെളിവുകൾ ശക്തമെന്ന് വിലയിരുത്തി ഇ ഡി SFIO കേസിലെ പ്രതികളെ സമൻസ് നൽകി വിളിപ്പിക്കുന്നതിനും ഇ ഡി ഡയറക്ടറുടെ അനുമതി. ചുരുക്കപ്പേരുകളിൽ വ്യക്തത തേടി CMRL MDയെയും ഉദ്യോഗസ്ഥരെയും വീണ്ടും ചോദ്യം ചെയ്യും. CMRL 182 കോടി രൂപയ്ക്കുള്ള കള്ളക്കണക്കുകൾ ഉണ്ടാക്കിയതായി ഇ ഡി കണ്ടെത്തിയിരുന്നു. ഇങ്ങനെ കള്ളക്കണക്കുകളിലൂടെ വകമാറ്റിയ തുകയാണ് രാഷ്ട്രീയ നേതാക്കൾക്കുള്ള മാസപ്പടിയായി നൽകിയതെന്നാണ് കരുതുന്നത്. പണം കൈമാറിയതിന്റെ കണക്കുകൾ വാങ്ങിയവരുടെ ചുരുക്കപ്പേരിൽ രേഖപ്പെടുത്തിയ മാസപ്പടി ഡയറി പിടിച്ചെടുത്ത് SFIO കുറ്റപത്രത്തിനൊപ്പം നൽകിയിട്ടുണ്ട്. ഈ ഡയറി കേന്ദ്രീകരിച്ചുകൂടി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇ ഡി. SFIO കുറ്റപത്രത്തിലെ 11ാം പ്രതിയായ വീണയെ ഇ ഡിയും ചോദ്യം ചെയ്യും. വീണയടക്കം SFIO കേസിലെ എല്ലാ പ്രതികളെയും ചോദ്യം ചെയ്യുന്നതിന് ഇ ഡി ഡയറക്ടർ അനുമതി നൽകിയിട്ടുണ്ട്. 13 പ്രതികളുള്ള കുറ്റപത്രത്തിൽ CMRL MD ശശിധരൻ കർത്തയാണ് 1ാം പ്രതി. CMRLും എക്സാലോജിക്കും അടക്കം 5 കമ്പനികളും പ്രതിപട്ടികയിലുണ്ട്. 2013 കമ്പനി നിയമത്തിലെ സെക്ഷൻ 447 പ്രകാരമായിരുന്നു SFIO കേസ്. കള്ളപ്പണ നിരോധന നിയമപ്രകാരവും കേസെടുക്കാമെന്നാണ് ഇ ഡിയുടെ വിലയിരുത്തൽ. ജനം, കൊച്ചി.